ബ്ലൗസ് നമുക്ക് ഇറക്കം എടുക്കാം. ആദ്യം ഷോൾഡറിൽ നിന്ന് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ എടുക്കണം. 14 ഇഞ്ചാണ് ഇറക്കം വന്നേക്കുന്നത്. 14.5 ഉണ്ട് കേട്ടോ. 14.5 ഇഞ്ച് ഇറക്കാം. എൻ്റെ കൂടെ 1.5 കൂട്ടണം. തുണി ആദ്യം 2ആയിട്ട് മടക്കണം. ഓക്കെ. തുണിയുടെ ചീത്ത വശത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യിക്കുന്നത്. ആദ്യം നമ്മൾ തുണിയൊന്ന് ലെവൽ ചെയ്യണം. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടണം. 14.5 പ്ലസ് 1 കൂട്ടുമ്പോൾ 15.5. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് നെക്ക് എടുക്കണം. ബാക്കിലെ നെക്ക് വന്നേക്കുന്നത് ഷോൾഡറിൽ നിന്ന് ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് എടുക്കണം കേട്ടോ. ആദ്യം വിത്തെടുക്കാം. കഴുത്ത് കറക്റ്റ് വെച്ചതിന് ശേഷം ഒരു സ്കെയിൽ ഇങ്ങനെ വെച്ച് നോക്കുക. ഇത് 5 ഇഞ്ചുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണം. 2.5 ഇഞ്ച്. ഇത് നെക്കിൻ്റെ ലെന്ത് 7.5 ഉണ്ട്. ലെന്ത് 7.5. വിത്ത് അല്ലെങ്കിൽ വൈഡ് 5 2.25 എടുത്താൽ മതി. പകുതി ഇവിടെ ഒരു 2.5 എടുത്തോ. എന്നിട്ട് നമുക്ക് ഈ ഇതിൽ നമുക്ക് ഷേപ്പ് എടുക്കണം. ഇനി നമുക്ക് ഇവിടുത്തെ ഈ തോൾ വീതി എടുക്കാം. 2 ഇഞ്ചാണ്. ഒരു 2.5 എടുക്കണേ. അവിടെ നിന്ന് കൈക്കുഴി എടുക്കണം. കൈക്കുഴി എടുക്കുന്നത് നമുക്കിപ്പോൾ ഒരു 5 ഇഞ്ച് എടുക്കാം. 5 എടുത്തിട്ട് അവിടുത്തെ വണ്ണം എടുക്കണം. ബാക്കിൽ ഉണ്ട്. ബാക്ക് വണ്ണം 19 ഉണ്ട്. 19ൻ്റെ പകുതി 9.5 എടുക്കണം. 1.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ വേസ്റ്റ് ഭാഗത്തെ ബാക്കിലെ വണ്ണം കൊടുക്കണം. $16 ഇഞ്ചുണ്ട്. അപ്പം അതിൻ്റെ പകുതി 8 ഇഞ്ച്. ബാക്കിൽ ടക്കിന് 1/2 ഇഞ്ച്. അപ്പോൾ 8.5 എടുക്കണം. 1.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ ഇതും കൂടെ നമുക്ക് യോജിപ്പിക്കാം. ഇവിടുന്ന് കുഴിച്ച് വെട്ടണം. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് 1/2 ഇഞ്ച് 5 നമ്മൾ എടുത്തത് 4.5 ഉണ്ട്. അതിൻ്റെ പകുതി 2.25. മുടുന്ന് 1.5. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഷേപ്പ് എടുക്കാം. എന്നിട്ട് നമുക്ക് ആം ഹോൾ റൗണ്ടിൻ്റെ കിട്ടുന്നോന്ന് നോക്കാം. പകുതി കിട്ടുന്നു നോക്കാം. നമുക്ക് 8 കിട്ടും. 8 തൊട്ടും 16. അപ്പോൾ നമ്മളത് 8 കിട്ടുന്നത് നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത് കറക്റ്റ് 8 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 5 മതി. ഇത് കട്ട് ചെയ്യാം.
ഇവിടെ നമുക്ക് ഇതേപോലെ കുഴിച്ച് വെക്കാം. ഇനി നമുക്ക് ബാക്കിൽ ടക്കുണ്ട്. ടക്ക് പിടിക്കുമ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ പിടിക്കണം. ഷോൾഡറിൻ്റെ എന്താ സെൻറ്റർ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 4 മാർക്ക് ചെയ്തിട്ട് ആ ടക്കിൻ്റെ നീളം ഇവിടെ നമുക്ക് പോയിൻ്റ് ഇടാം. അത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് വെട്ടണം. ഇതിനെ നമുക്ക് തുണി തിരിച്ചിടണം. നമ്മൾ ബാക്ക് അപ്പുറത്തെ ഈ സൈഡിൽ നിന്നല്ലേ വെട്ടിയത്. ഫ്രണ്ട് വെട്ടുമ്പോൾ തുണി ഇങ്ങനെ തിരിച്ചിടാം. തുണി ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ബാക്ക് നമ്മളെടുത്ത് ഇതേപോലെ വെക്കണം. ഓപ്പൺ വരുന്ന ഭാഗം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കണം കേട്ടോ, ഫ്രണ്ട് വെട്ടുമ്പോൾ. എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതെല്ലാം മാർക്ക് ചെയ്യുക. ബാക്കിൻ്റെ ഷോൾഡറും നെക്കിൻ്റെ ഭാഗവും കൈക്കുടെ ഭാഗവും വണ്ണവും. ഇവിടുന്ന് നമുക്ക് ഈ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ നീളം കൂട്ടണം, ബാക്കിനേക്കാൾ ഫ്രണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ അറേഞ്ച് നമുക്ക് ഈ തേര് വശം കളയും കേട്ടോ. സ്റ്റിച്ചിങ്ങിന് നമുക്കിതങ്ങ് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ടിലെ നെക്ക് എടുക്കണം. ഇഞ്ചുണ്ട്. ഷോൾഡറിൻ്റെ ഈ ജോയിൻറ്റ് കഴിഞ്ഞിട്ട് 6 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് രണ്ടിങ്ങനെ കുഴിച്ച് കൊള്ളണം. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് മാത്രം നമ്മൾ അരയിഞ്ച് കുഴിച്ച് വെട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അരയിഞ്ച് എടുത്തതിന് ശേഷം എന്നിട്ട് ഇങ്ങനെ കുഴിച്ച് വെട്ടിക്കളയും. ഫ്രണ്ട് മാത്രം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പോയിൻ്റ് വിത്ത് എടുക്കണം. പോയിൻ്റ് വിത്ത് 4 ഇഞ്ചുണ്ട്. കൂടുന്ന 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിൻ്റ് ലെന്ത് എടുക്കാം. ആ വിത്ത് എടുത്തിട്ട് അവിടെ നിന്ന് വേണം ലെന്ത് എടുക്കാൻ. ഒമ്പതുണ്ട്. അപ്പോൾ 9.5 എടുക്കണം. ഇവിടെ ജോയിൻറ്റ് പോകുമല്ലോ. 9 ഉണ്ടായതുകൊണ്ട് 9.5 എടുക്കണം. ഇങ്ങോട്ട് വരും കേട്ടോ. ഓക്കെ, ഇവിടുന്നൊരു 3.5 ഇഞ്ച് താഴോട്ട് 3.5 എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വീതി 1.5 ഇഞ്ച്, ഇവിടെ 1.5, അപ്പം 3 ഇഞ്ച്. ഇവിടെ നിന്നിങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം
ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് കട്ടിങ്ങിൻ്റെ ഈ ഷേപ്പ് എടുക്കാം. ഫ്രണ്ട് നമുക്ക് 1/2 ഇഞ്ച് കുഴിച്ച് വെക്കാം. ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ കട്ടിങ്. ഇവിടെ നമുക്കൊരു ഷേപ്പ് ഉണ്ട്. ഈ 1.5 ഇഞ്ച് കൂടെ നമ്മളിപ്പോൾ പോകില്ല, 3 ഇഞ്ച്, അത് ഇവിടുത്തെ കട്ടിങ്ങിൻ്റെ പോലെ നീളം. നമ്മൾ കട്ടിങ് ഇത്രയല്ലേ ഉള്ളൂ, നീളം കറക്റ്റായിരിക്കും. നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ബാക്ക് സ്ലീവിനാണ്. ഇവിടെ നമുക്ക് ഒരു ഇഞ്ച് നീളം കുറയ്ക്കാം കേട്ടോ. ഇവിടുത്തെ കഴുത്തിൻ്റെ ഭാഗമല്ല, ഇങ്ങനെ എന്നാൽ മതി. നമ്മൾ ടക്ക് പിടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു 3 ടക്ക് കൂടെ ഇടണം. ഇതിൻ്റെ നേരെന്ന് 2 ഇഞ്ച് ഇങ്ങോട്ട് കൈക്കൂടെ ഈ ഭാഗത്തോട്ട് വരും. 4 ഇടണമെങ്കിൽ ഇതിൻ്റെ നേരെന്ന് ഇങ്ങോട്ട് വരും 1.5 ഇഞ്ച്. ഇതിൻ്റെ നേരെന്ന് 1.5 കൊടുത്തിട്ട് ഇങ്ങോട്ടിടാം. എന്നിട്ട് ഈ ടക്ക് പോയിൻ്റ് വരച്ചേക്കുന്നതിൻ്റെ ലെവലിൽ നമുക്ക് കട്ട് ചെയ്യാം. ബാക്കിങ്ങിലൂടെ കട്ട് അടയാളം വേണമെന്നുണ്ടെങ്കിൽ ആ ചോക്ക് വരി എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ. എന്താ പുറത്തും അടയാളം വരും. നമ്മൾ ബാക്കും വെട്ടിക്കഴിഞ്ഞു, ഫ്രണ്ടും വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് വെട്ടുമ്പോൾ നമ്മൾ 2 കൈ കൂടെ അല്ലേ ഇതേപോലെ കട്ട് ചെയ്യാം, മടക്കണം 2 കൈ കൂടെ. നീളം എത്ര വേണ്ടതെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 1.5 കൂടെ കൂടണം. ഒമ്പത് ഇഞ്ച് വേണം നീളം കേട്ടോ. അപ്പോൾ 10.5 എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പം നീളം. എന്നിട്ട് ഈ വീതി എടുക്കുന്നത്, ഇവിടുന്നുള്ള വീതി എടുക്കുന്നത്, തുണി വണ്ണം, കൈയുടെ വണ്ണം എടുക്കുന്നത്, അതായത് ഈ ഭാഗം. ഏഴരയാണ് ഉള്ളത്, അപ്പോൾ 8.5 എടുക്കണം. കറക്റ്റ് 4 മടക്കിയിട്ടപ്പോൾ നമുക്ക് 8.5 കിട്ടി. ഇവിടെ നിന്നൊരു 3.5 മാർക്ക് ചെയ്യുക.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ 3.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടൊരു 4-5 മാർക്ക് ചെയ്യാം. കുഴിച്ചു വെട്ടാൻ ഇവിടെ ഞാൻ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് ഒരു 4 മാർക്ക് ചെയ്യുക. ഈ ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്ന് 3.5 മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ ഞാൻ 1 മാർക്ക് ചെയ്യും. ഈ 1 നിന്ന് 4 കൊണ്ടുവന്ന് 3 കൊണ്ടുവരിക. അപ്പോൾ കൈ നമുക്ക് കുഴിച്ചു വെട്ടാൻ എളുപ്പമായിരിക്കും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം കൈയുടെ വണ്ണം നമ്മൾ 1.5 ഇഞ്ച് കൂട്ടുകല്ലേ എടുത്തത്, 9 ഇഞ്ചല്ലോ. ഇനി അവിടുത്തെ വണ്ണം 5.5 അല്ല 5.25 ഉണ്ട്. പിന്നെ 1.5 ഇഞ്ച് കയ്യപ്പൊടി നമുക്ക് കുഴിച്ചു വെട്ടാം. ഇവിടെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഡോട്ടിട്ട് കൊടുക്കും. സെൻറ്ററാന്നറിയും. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം മാത്രം കൈ 2 കൂടെ എടുത്തിട്ട് ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് നട്ട് കളർ. ഒരു സൈഡിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടും. ഇവിടെ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പുണ്ട്. ഇവിടെ നമുക്ക് 1 ഇഞ്ച് ഇങ്ങനെ വരും. എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ നീളം നോക്കണം. 7 ഇഞ്ച് 3.5 ഇഞ്ച് പകുതി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് 1/2 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ടച്ച് ചെയ്ത് 1/2 ഇഞ്ചിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആ 1-ലോട്ട് പോകും. ഇതൊക്കെ അത്രയും പോകുന്നു നോക്കുക. ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി കുഴിച്ചു. നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ബ്ലൗസിൻ്റെ എല്ലാ ഭാഗവും വെട്ടിക്കഴിഞ്ഞു. ഇനി പടിയും കട്ടിങ് പീസും ഒക്കെ ക്രോസ് പീസും വെട്ടിയാൽ മതി. ഓക്കെ. ഇതിൻ്റെ ഇത് നമുക്ക് 2 എണ്ണേ വെട്ടിയുള്ളൂ. 4 എണ്ണം കൂടെ വേണം. ഇതിൽ നമുക്ക് 2 എണ്ണം കൂടെ വെട്ടാം. കൊളുത്തുപടിയും വേണം, അരിപ്പടിയും വേണം. കൊളുത്തുപടി 1.5 ഇഞ്ച്, അരിപ്പടി 2.5 ഇഞ്ച്. ഇനി നമുക്ക് എന്നാ വേണ്ടേ? ബാക്കിലെ പടി വേണം, ക്രോസ് പീസ് വേണം. നെക്കിന് ക്രോസ് പീസ് വേണം. നമുക്ക് ക്രോസ് പീസ് ഇതിന് വെട്ടാം. ക്രോസ് പീസ് വെട്ടുമ്പോൾ ആദ്യം ഇങ്ങനെ വെട്ടുക. എന്നിട്ട് ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ വീതി എടുത്താൽ മതി. അങ്ങനെ 3-4-5 പീസ് എടുക്കുക. ഇത് ഡബിൾ പീസല്ലേ.
മതിയാവും. ഈ ബാക്കിലെ പടി വെട്ടണം. 1.5 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ തുണി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.